കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളും അവയുടെ തലസ്ഥാനവുമാണ്. നമ്മുടെ ഇന്ത്യയുടെ സംസ്ഥാനങ്ങൾ പഠിച്ചു, ഇന്ത്യയുടെ സംസ്ഥാനങ്ങളും അവയുടെ തലസ്ഥാനങ്ങളും പഠിച്ചു, ഔദ്യോഗിക ഭാഷകൾ പഠിച്ചു. ഇനി കേന്ദ്രഭരണ പ്രദേശങ്ങൾ, ഇതെല്ലാം നമ്മുടെ ചാനലിലുണ്ട്. എല്ലാവരും പഠിക്കാത്തവരെല്ലാം ആ ചാനലിൽ പോയി അതൊന്നുകൂടെ പഠിക്കണം കേട്ടോ. എല്ലാവരും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, നോക്കിക്കേ, ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളും അവയുടെ തലസ്ഥാനവും. ഇന്ത്യയിലെട്ടുണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളെന്നു മറന്നിടേണ്ട. ആൻഡമാൻ നിക്കോബർ ദ്വീപ്, പിന്നെ ദാദ്ര നാഗർ ഹവേലി ആൻഡ് ദാമൻ ദിയു. ലക്ഷദ്വീപും ചണ്ഡീഗഡും പുതുച്ചേരി ദില്ലിയും കൂടെയുണ്ട്. 2019 മുതൽ ജമ്മു കാശ്മീരും ലഡാക്കുമുണ്ട്. ഏറ്റവും വലുത് ലഡാക്കാണ്, ഏറ്റവും ചെറുത് ലക്ഷദ്വീപും. ലക്ഷദ്വീപിന്റെ തലസ്ഥാനം കവരത്തി, പുതുച്ചേരിക്കാണെങ്കിൽ പോണ്ടിച്ചേരി. ജമ്മു കാശ്മീരിന് 2 തലസ്ഥാനം, വേനലിൽ ശ്രീനഗർ, വിന്റർ ജമ്മു. ചണ്ഡീഗഡിന്റെ ചണ്ഡീഗഡ് തന്നെ, ദില്ലിക്ക് ന്യൂഡൽഹി തന്നെയാണ്. ലഡാക്കിന്റെ തലസ്ഥാനം ലേയാണ്. ആൻഡമാൻ നിക്കോബർ പോർട്ട് ബ്ലെയർ. ദാദ്ര നാഗർ ഹവേലി ആൻഡ് ദാമൻ ദിയു, ദാമൻ എന്നു മറക്കണ്ട. ചണ്ഡീഗഡ് എന്നു പറയുമ്പോൾ ഓർക്കണം, ഹരിയാന പഞ്ചാബ് രണ്ടിന്റെയും തലസ്ഥാനമായുള്ള ചണ്ഡീഗഡ് ഈ ചണ്ഡീഗഡ് തന്നെയാണ്. നന്നായി പഠിക്കണം കേട്ടോ.